ഞങ്ങൾ ഇന്ന് ചച്ചുവിന് പോളിയോ കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഫുൾ പോളിയോനെ കുറിച്ചിട്ടായിരിക്കും കേട്ടോ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഈ വീഡിയോയിൽ വഴിയെ കാണാം. അതെ, ഇങ്ങോട്ട് നോക്ക്. മൂടില്ല രാവിലെ തന്നെ. പുതിയ സോക്സ്, പുതിയ നിക്കറ്, പുതിയ ടോപ്പ്. ഹലോ ഗൈസ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ചച്ചുവിന് പോളിയോ എടുക്കാൻ വേണ്ടി പോവാണേ. വീടിന് തൊട്ടടുത്താണ് ഹെൽത്ത് സെൻ്റർ ഉള്ളത്. അപ്പോൾ അവിടെ തന്നെയാണ് ഞങ്ങൾ എടുത്തത്. ഇത് ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് സെൻറ്റർ, ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, അംഗനവാടി, സ്കൂൾസ്, അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് ഇത് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ ഒരു കാര്യം മൈൻഡിൽ വെക്കേണ്ടത്, ഇത് എല്ലാ വർഷവും ഒരു ദിവസമായിരിക്കും പോളിയോ കൊടുക്കുന്നുണ്ടാവുക. അപ്പം ഇന്നത്തെ വർഷം, അതായത് 2025 ഒക്ടോബർ 12 പോളിയോ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന് പോയത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഗവൺമെൻറ് ഇതുപോലെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ അങ്ങനെ ഹെൽത്ത് സെൻറ്ററിലൊക്കെ എത്തി. അവിടെ ഒരുപാട് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ച ഒരുപാട് തിരക്കുണ്ടാവുന്ന, പക്ഷേ ഞങ്ങളൊരു ഉച്ച ടൈം ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അധികം തിരക്കില്ലാണ്ട് ഞങ്ങൾ വേഗം പോയി ഒരു 2 മിനിറ്റ്സിൻ്റെ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതുവരെ കുഴപ്പമില്ലാതിരുന്ന ചച്ചു കയ്യിൽ ഇതുപോലെ തുള്ളിമരുന്ന് കണ്ടപ്പോഴേക്കും ആള് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, തുള്ളിമരുന്നൊക്കെ കൊടുത്തു. ആള് പിന്നെ കാമാവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു കേട്ടോ. അഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ പിള്ളേർക്കും ഇതുപോലെ തുള്ളിമരുന്ന് എടുക്കേണ്ടതാണ്. ആക്ച്വലി നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനെ ഒരു സർവീസ് തരുന്നതുകൊണ്ട് തന്നെ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്ക് വേറെ ഇനി ഭാവിയിലേക്കുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇത് മാൻഡേറ്ററി ആകുന്നുണ്ട്. ഇപ്പോൾ വാക്സിനേഷൻ എല്ലാം വളരെ മാൻഡേറ്ററി ആക്കുന്നുണ്ട്. അതായത് നമുക്കൊരു പാസ്പോർട്ട് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ 10th എക്സാം എഴുതണമെങ്കിലോ ഈ വാക്സിനേഷൻ സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. പോളിയോ എടുക്കുന്നതിന് സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ നമുക്കൊരു പ്രൂഫൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഗവൺമെൻറ് നമുക്ക് ഇങ്ങനെ ഒരു സർവീസ് തരുമ്പോൾ മാക്സിമം എടുക്കാൻ നോക്കുക. അഞ്ച് വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും പാരൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വർഷം എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നെക്സ്റ്റ് ഇയർ എന്തായാലും മിസ്സാക്കാതെ തന്നെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി ഇതുപോലെ ഒരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച്, ചച്ചുവിനും കുറച്ച് കരിമ്പ് ജ്യൂസൊക്കെ കൊടുത്ത് ആൾ ഫുൾ ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ.